രുചിയിൽ മാത്രമല്ല ഒട്ടേറെ ഗുണങ്ങളുള്ള പപ്പായനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളടുത്ത് സംസാരിക്കുവാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അഞ്ജലി. ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലയിടങ്ങളിലും പല പേരിലും ഈ ഒരു പപ്പായ അറിയപ്പെടാറുണ്ട്. നമ്മുടെ മിക്ക വീട്ടുമുറ്റങ്ങളിലും കണ്ടുവെട്ടുന്ന ഫ്രൂട്ട് ആണ് ഈ പപ്പായ എന്ന് പറയുന്നത്. ഇതിന്റെ ഗുണങ്ങളൊന്നും അറിയാതെ പലരും മിക്ക സമയങ്ങളിലും ഈ പപ്പായ ഉപയോഗിക്കാറ് തന്നെയില്ല. വില കൂടിയ പല ഫ്രൂട്ട്സിലും അടങ്ങിയിരിക്കുന്ന പോഷക ഗുണങ്ങൾ ഈ പപ്പായയിലും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. വളരെ സുലഭമായിട്ടും വളരെ കോസ്റ്റ് കുറഞ്ഞതുമായിട്ടും എപ്പോഴും ഏതു സീസണിലും നമുക്ക് ലഭിക്കാവുന്ന ഒരു ഫ്രൂട്ട് ആണിത്. പഴുത്ത പപ്പായയിൽ ധാരാളം വിറ്റമിൻ എയും വിറ്റമിൻ സിയും ഫോളേറ്റും വിറ്റമിൻ ഇയും കാൽഷ്യവും പൊട്ടാഷ്യവും ഒക്കെ ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഈ പോഷകങ്ങളൊക്കെ നമുക്കറിയാം നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. പപ്പായയുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് കേട്ട് പരിചയമുള്ള ചില ഗുണങ്ങളാണ്. നമ്മുടെ ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണെന്നുള്ളത് ശരിയാണ്. പപ്പായ എന്ന് പറയുന്നത് നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് ഒട്ടേറെ കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന ഒരു ഫ്രൂട്ട് ആണ് പപ്പായ എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്നിന്റെ ബ്രൈറ്റ്നസ് കൂട്ടുവാനും നമ്മുടെ മുഖത്തെ ചുളിവുകൾ കുറയ്ക്കുവാനും അതുപോലെ തന്നെ കരിവാളിപ്പ് മാറ്റുവാനും നമ്മുടെ സ്കിന്നിന്റെ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യുവാനും പ്രായമാകുന്നത് തടയാനും ഒക്കെ പപ്പായ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. അതിനുപരി നമ്മൾ പപ്പായ ഉള്ളിൽ കഴിക്കുമ്പോഴാണ് ഇതിന്റെ കൂടുതൽ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. പല ഫേഷ്യലിനും അതുപോലെ തന്നെ ഫേസ് പാക്കുകളായിട്ടും ഒക്കെ നമ്മൾ പപ്പായ യൂസ് ചെയ്യാറുണ്ട്. ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് മലബന്ധത്തിന്റെ പ്രോബ്ലംസ് കൺട്രോൾ ചെയ്യുവാനും നമുക്ക് സാധിക്കുന്നതാണ്. ദഹനക്കേട് മാറ്റുവാനും അതുപോലെ തന്നെ വിശപ്പില്ലായ്മ പരിഹരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വിരശല്യത്തിനും പച്ച പപ്പായ തോരൻ വെച്ച് കഴിക്കുന്നതും പച്ച പപ്പായ അങ്ങനെ തന്നെ അരിഞ്ഞ് കഴിക്കുന്നതും ഒക്കെ നമുക്ക് കുട്ടികളിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പല ഗുണങ്ങളും നമുക്ക് ഈ പപ്പായയിലുണ്ട്. എല്ലിന്റെ ആരോഗ്യത്തിനും വളരെയധികം നല്ലതാണ്. ഇതിൽ പൊട്ടാഷ്യവും കാൽഷ്യവും ഒക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ എല്ലിന്റെ ആരോഗ്യം ഇംപ്രൂവ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ എല്ല് തേയ്മാനം ഒക്കെ പ്രിവെന്റ് ചെയ്യുവാനും ഇതിലൂടെ സാധിക്കുന്നതാണ്. കുട്ടികളിലൊക്കെ കാലുവേദനയായിട്ടും പേശിവേദനയൊക്കെ ആയിട്ട് വരുന്ന കുട്ടികൾക്ക് സ്ഥിരമായിട്ട് നമ്മൾ പപ്പായ കൊടുക്കുന്നതിലൂടെ നമുക്ക് ഇതൊക്കെ ഒരു വിധത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുവാനും പപ്പായ സ്ഥിരമായിട്ട് കഴിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. ഇതിൽ ധാരാളമായിട്ട് വിറ്റമിൻ സിയും അതുപോലെ തന്നെ വിറ്റമിൻ എയും ആന്റി ഓക്സിഡന്റ്സും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ രോഗപ്രതിരോധ ശക്തി ഇംപ്രൂവ് ചെയ്യുവാനും പല ഇൻഫെക്ഷൻസ് കുറയ്ക്കുവാനും ക്രോണിക് ഡിസീസസിനെയൊക്കെ നമുക്ക് വരാതിരിക്കാനും അല്ലെങ്കിൽ അതിന് ഓൾറെഡി ഉള്ളവർക്ക് അതിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ വേദനകളൊക്കെ കുറയ്ക്കുവാനും ഒക്കെ നമുക്ക് ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. അത് കൂടാതെ തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും വളരെ ഗുണങ്ങൾ നൽകുന്നുണ്ട്. കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കുവാനും പപ്പായ സ്ഥിരമായിട്ട് കഴിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വെയിറ്റ് ലോസിലൊക്കെ നമുക്ക് ഡയറ്റിൽ ഈ പപ്പായ ഉൾപ്പെടുത്തുന്ന വളരെയധികം നല്ല ഗുണങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഇതിൽ ഫൈബർ ധാരാളമായിട്ട് അടങ്ങിയത് കൊണ്ട് തന്നെ പ്രോട്ടീനെ നമുക്ക് പെട്ടെന്ന് ദഹിപ്പിക്കുവാനും ഇതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. ഒരു ഹെവി മീലൊക്കെ എടുക്കുന്ന സമയത്ത് അമിതമായിട്ട് എന്തെങ്കിലും നോൺ വെജ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ അതിനോടൊപ്പം നമ്മൾ പപ്പായയുടെ 2-3 പീസ് ഒക്കെ കഴിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ദഹിക്കുവാനും ആ മീറ്റ് ഒക്കെ നമ്മൾ കഴിച്ച മാംസമൊക്കെ പെട്ടെന്ന് ദഹിക്കുവാൻ നമുക്ക് സഹായിക്കുന്നതാണ്. കണ്ണിന്റെ ആരോഗ്യത്തിന് പപ്പായ വളരെയധികം ഗുണങ്ങൾ നൽകുന്നുണ്ട്. ഇതിൽ വിറ്റമിൻ എ അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ കാഴ്ചശക്തി ഇംപ്രൂവ് ചെയ്യുവാനും അതുപോലെ തന്നെ ഏജ് റിലേറ്റഡ് ആയിട്ട് കണ്ടുവരുന്ന മാക്യുലർ ഡീജനറേഷൻ എന്ന കണ്ടീഷൻസിനെ ഒരു വിധത്തിലൊക്കെ കൺട്രോൾ ചെയ്യുവാൻ പപ്പായ സ്ഥിരമായിട്ട് കഴിക്കുന്നവരിൽ നമുക്ക് സാധിക്കുന്നതാണ്. കുട്ടികളിലാണെങ്കിലും നമ്മൾ കാഴ്ചശക്തിയൊക്കെ ഇംപ്രൂവ് ചെയ്യാനൊക്കെ നമ്മൾ ഇത് കൊടുക്കുന്നത് വളരെയധികം ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ്. പാൻക്രിയാസിന്റെ പ്രവർത്തനത്തിനൊക്കെ ഇംപ്രൂവ് ചെയ്യുവാനും ഇതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. അധികം പഴുക്കാത്ത പപ്പായയൊക്കെ നമുക്ക് ഷുഗർ പേഷ്യൻസിനൊക്കെ കഴിക്കുന്നത് മൂലം യാതൊരു തര പ്രോബ്ലംസും ഇല്ല. ഒരു മിഡ് മീൽ ആയിട്ട് നമുക്ക് ഇത് നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ലിവറിന്റെ ഫങ്ഷൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുവാനും നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യത്തിനും ഒക്കെ ഇംപ്രൂവ് ചെയ്യുവാനും ഒക്കെ നമുക്ക് പപ്പായ സ്ഥിരമായിട്ട് കഴിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. യൂറിക് ആസിഡ് ഉള്ളവർക്കും അത് വരാതിരിക്കുവാനും ഒക്കെ നമുക്ക് ഈ പപ്പായ കഴിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമിൽ മിക്കവരും ഒഴിവാക്കുന്ന ഒരു ഫ്രൂട്ട് ആണ് നമ്മുടെ പപ്പായ എന്ന് പറയുന്നത്. പല മിഥ്യാധാരണകളുടെ പേരിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. പഴുത്ത പപ്പായ പ്രഗ്നൻസി ടൈമിൽ കഴിക്കുന്നത് വളരെയധികം ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ്.
പച്ച പപ്പായ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. പഴുത്ത പപ്പായ കഴിക്കുന്നത് മൂലം ഇത്ര ഗുണങ്ങളുണ്ട് ഇതില്. വിറ്റമിൻ എയും വിറ്റമിൻ സിയും അതുപോലെ തന്നെ ഫോളേറ്റും കാൽഷ്യവും മഗ്നീഷ്യവും പൊട്ടാഷ്യവും ഒക്കെ ഇതിൽ നമുക്ക് pregnancy time ൽ വളരെയധികം അത്യാവശ്യമായിട്ടുള്ള വിറ്റമിൻസ് ഒക്കെയാണ്. സോ ഇതൊക്കെ നമ്മുടെ പപ്പായയിൽ അടങ്ങിയത് കൊണ്ട് തന്നെ പഴുത്ത പപ്പായ pregnancy time ൽ കഴിക്കുന്നത് കൊണ്ട് യാതൊരു തര problems ഉം ഇല്ല. അത് നമ്മൾ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഡെങ്കിപ്പനിയുടെ സമയത്തൊക്കെ പപ്പായയുടെ തളിരിലയൊക്കെ ജ്യൂസ് ആക്കിയിട്ട് കുടിക്കുന്നത്. ഇതൊക്കെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂട്ടുവാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ ഗുണങ്ങളാണ് നമുക്ക് പപ്പായ സ്ഥിരമായിട്ട് കഴിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ചർമ്മ സംരക്ഷണമൊക്കെ കൂടുതലായിട്ട് നോക്കുന്നവരൊക്കെ ആണെങ്കിൽ പപ്പായ നമുക്ക് ഫേസ് പാക്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം ഉള്ളിൽ കഴിക്കുവാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വേനൽക്കാലത്തൊക്കെ പപ്പായ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ്. സോ അതുകൊണ്ട് ആരും ഈ ഫ്രൂട്ട് ഒഴിവാക്കാതെ നോക്കുക. നമുക്ക് എപ്പോഴും പെട്ടെന്ന് സുലഭമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടുവളപ്പിൽ ഉള്ള ഒരു ഫ്രൂട്ട് ആണ് ഈ പപ്പായ എന്ന് പറയുന്നത്. ഇനി മുതൽ അത് കളയാതെ എല്ലാവരും സ്ഥിരമായിട്ട് regular ആയിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പപ്പായയെ കുറിച്ചുള്ള ഈ ഒരു ചെറിയൊരു health tip എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു health topic ഉമായിട്ട് വീണ്ടും കാണാം.